മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എല്ലാ മഹാന്മാരും മഹത്തുക്കളുടെ പേര് പറയുമ്പോൾ ആ കാറ്റഗറിയിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പെടുത്തിയിട്ടുണ്ട്. അൽ മുർത്തള ഹുസൈൻ അസ്സബീദി മഹാനവറുകൾ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബിന് വളരെ വിശാലമായ മനോഹരമായ ഒരു ശർഹ് എഴുതിയ മഹാനാണ്. ഇത്തിഹാഫു സാദത്തുൽ മുത്തഖീൻ ലിശർഹ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ആ കിതാബിന്റെ മുഖദ്ദിമയിൽ കാണാം ഗസാലി ഇമാമിന്റെ ഫളാഇൽ പറയാൻ അവിടുത്തെ യഹ്യാഇനെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞ മുഖദ്ദിമയിൽ കാണാം അൽ അഖ്താബു സലാസ, ഖുതുബുകൾ മൂന്ന് വിധമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു അൽ അഖ്താബു സലാസ, ഖുതുബുകൾ മൂന്ന് വിധമാണ്. ഒന്നാമത്തെ ഖുതുബുൽ ഉലൂം, ഇൽമുകളുടെ ഖുതുബ്. അവിടെ ഉദാഹരണം പറയുന്നതായി കാണാം ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് ഖുതുബുൽ അഹ്വാൽ, അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ടുള്ള ഖുതുബ്. അതിന്റെ ഉദാഹരണമായി പറയുന്നു അബീ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് ഖുതുബുൽ മഖാമാത്ത്, സ്ഥാനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഖുതുബ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ലോകത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും സമ്മതിച്ച മഹാനാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തോന്നലുണ്ടായി, ഒരു പർവ്വത നടുക്കുകളിലേക്ക് കടന്നുപോയി അല്ലാഹുവിനെ ദിക്റും ഫിക്റും ഒക്കെ ചെയ്ത് അവനിലേക്ക് അതിലയിച്ച് അവനിൽ രസം കണ്ടെത്തി ആധ്യാത്മികമായ അത്ഭുതങ്ങളുടെ അസറാറുകളുടെ ഉൾഭാഗങ്ങളിലേക്ക് കടന്നുപോയി. അങ്ങനെ വന്ന ഒരു കാറ്റഗറി അല്ല മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ശൈശവത്തിൽ തന്നെ അവിടുന്ന് വലിയ പവറുള്ള മഹാനായി കടന്നു വന്നവരാണ്. എന്നു മാത്രമല്ല മഹാനായ ശഅറാനി ഇമാം അവിടുത്തെ തബഖാത്തിനൊരു സംഭവം പറയുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 5-10 മിനിറ്റ് പറഞ്ഞ് നിസ്കാരത്തിന് വേണ്ടി സമയമുണ്ട്. നിസ്കരിച്ച് ഇൻഷാ അല്ലാഹ് തിരിച്ചു വന്ന് തുടരാം. ഒരല്പ സമയം കൂടി ശ്രദ്ധിക്കുക. ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തിൽ പറയുന്നു വലമ്മസ്തഹറ അംറുഹു ഫിൽ ആഫാഖ്. ഇതൊക്കെ വലിയ അഡ്രസ്സുള്ള അവിതർക്കിതമായ രചനകൾ നടത്തിയ വലിയ വിലാസമുള്ള മഹാന്മാരുടെ മുൻനിര പോരാളികളാണ് ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു. ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമർപ്പിച്ചവരാണ്. അവിടുത്തെ തബഖാത്തിൽ പറയുന്നു വലമ്മസ്തഹറ അംറുഹു ഫിൽ ആഫാഖ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ ശുഹറത്ത്, അവിടുത്തെ പ്രശസ്തി ലോകം മുഴുവനും പ്രചരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ബാഗ്ദാദിലുള്ള ഇജ്തമഅ മിഅതു ഫഖീഹ് മിൻ നദിക്കിയ ബാഗ്ദാദ്, ബാഗ്ദാദിലുള്ള 100 വലിയ ബുദ്ധികൂർമ്മതയുള്ള ഏറ്റവും പ്രശസ്തരായ 100 പണ്ഡിതന്മാർ അവരെ ഒരുമിച്ച് കൂടി. എന്തിനാണ്? യംതഹിനൂനഹു ഫിൽ ഇൽമി, ഇൽമിന്റെ വിഷയത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പരിശോധിക്കാൻ. സ്വാഭാവികമായിട്ടും അവർക്കൊരു ചെറിയ അസൂയ തോന്നിപ്പോയി. ഇത്രയും വലിയ മഹാനായി ചെറുപ്പം തന്നെ അത്ഭുതമായി ലോകത്തിന്റെ നാനാദിക്കുകളിലും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഞാനതാ പറഞ്ഞത്, ഈ മയ്യത്തിങ്ങരയിൽ മാത്രമുള്ള ഇവിടെയോ കേരളത്തിലോ അല്ലെങ്കിൽ മലബാറിലോ ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിലോ മാത്രം ഒതുങ്ങുന്ന ചിത്രമല്ല മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ലോകത്തിൽ വിശ്വാസികൾ ഉള്ളിടത്തെല്ലാം അവരുടെ ഹൃദയങ്ങളിൽ ആ നാമം പരിചയമാണ്. വളരെ കൃത്യമായി മനോഹരമായി ആത്മീയതയോടെ സൂക്ഷിക്കപ്പെടുന്ന നാമമാണ്.
അങ്ങനെ ആ 100 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയത് മഹാനായ ഗൗസുൽ തങ്ങളെ പരീക്ഷിക്കാനാണ്. അവരുടെ കയ്യിൽ ഓരോ ആളുകളുടെ കയ്യിലും കോംപ്ലിക്കേറ്റഡ് ആയ ഓരോ മസല. എന്തിനാണ്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പരീക്ഷിക്കാനാണ്. പെട്ടെന്നൊരു പണ്ഡിതനോട് പോലും ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്ത ഓരോ മസലകളും 100 പണ്ഡിതന്മാരുടെ കൽവിൽ വെച്ചുകൊണ്ട് അവരെങ്ങനെ വട്ടം കൂടിയിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ഗൗസുൽ തങ്ങൾ കടന്നു വരുന്നത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. അല്ലാഹ് കടന്നു വരുന്ന സമയം അതാ ഖറജ മിൻ സദ്രിഹി ബാരിഖത്തുൻ മിൻ നൂർ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകാശത്തിന്റെ പിളർ, ഒരു പ്രകാശത്തിന്റെ കഷണം അങ്ങ് പുറപ്പെടുകയാണ്. ഈ 100 പണ്ഡിതന്മാരുടെ ചുറ്റുഭാഗത്തൂടെ സഞ്ചരിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം അവരുടെ ഹൃദയത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും മറന്നുപോവുകയാണ്. ഈ 100 പണ്ഡിതന്മാരുടെ ഹൃദയത്തിലുള്ള സർവ്വ കാര്യങ്ങളും മറന്നുപോവുകയാണ്. അവര് കൊണ്ടുവന്ന 100 സംശയങ്ങൾ മാത്രമല്ല, അവര് പഠിച്ചത് മുഴുവനും മറന്നുപോവുകയാണ്. അലിഫെന്ന അക്ഷരം പരിചയമില്ലാതെ അതാ അവരതാ അവരുടെ തലയെക്കെട്ടുകൾ വലിച്ചെറിയുകയാണ്, അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയാണ്. അവർ വല്ലാതെ ഭയപ്പാടിലാവുകയാണ്, പരിഭ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നവർ വല്ലാതെ ചിന്തിക്കുകയാണ്. വല്ലാതെ നിലവിളിക്കുന്ന സമയത്ത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾക്ക് നിശ്ചയിച്ച കസേരയിൽ മഹാനവറുകൾ ഇരുന്നു. എല്ലാത്തിനും മറുപടി പറയുകയാണ്. അവര് കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങൾക്കും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് ആരാണെന്ന് അവിടുത്തെ വിലാസം അന്നത്തെ ബാഗ്ദാദിലുള്ള ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടു. അവര് നിലവിളിച്ചു. അവര് ഗൗസുൽ ആലം തങ്ങളോട് മാപ്പ് ചോദിച്ചു, അല്ലാഹുവിനോട് തൗബ ചെയ്തു. അവർ പഴയ അവസ്ഥയിലേക്കായി. ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാർക്കിടയിൽ വിലാസമുള്ള മഹാൻ. ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹാഫിദ് ദഹബി ഹാഫിദ് ദഹബി എന്നത് ഒരു ചരിത്ര പണ്ഡിതനാണ്, താരീഖിന്റെ പണ്ഡിതനാണ്, പുത്തൻവാദികൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. സിയർ അഅ്ലാമുൻ നുബല എന്ന ഒരു ഗ്രന്ഥം ഹാഫിദ് ദഹബിക്കുണ്ട്. അതിൽ മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ കറാമത്തുകൾ വിവരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഔന്നത്യം വരച്ചു കാട്ടുന്നുണ്ട്. എല്ലാ പണ്ഡിതന്മാരും മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കലമുകൾ ചലിപ്പിച്ചിട്ടുണ്ട്. അവരെ ഓർക്കുമ്പോഴുള്ള ആസാറുകൾ, അവരെ സ്മരിക്കുമ്പോഴുള്ള വലിയ ഫലങ്ങൾ അത് പ്രത്യേകം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഗൗസുൽ ആലം തങ്ങളെ കുറിച്ച് തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പണ്ഡിത പ്രതിഭ കൂടിയാണ്. ഒരു ഇമാമിനെ പോലെ ലോകത്ത് ജനിച്ചെടുക്കുന്ന ഒരു മഹാനാണ് ഖുത്ബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു അവരുടെ ബറക്കത്ത്, അവിടുത്തെ ഫൈലാൻ നമ്മുടെ ഇൽമിലും നമ്മുടെ പ്രവർത്തനത്തിലും സർവ്വ അമാലുകളിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ചുരുക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എനിക്കൊരു പ്രോഗ്രാം നാളെ മലബാർ ഭാഗത്താണുള്ളത്. വാഹനം മറ്റൊരു സ്ഥലത്ത് നിന്നാണ്, ട്രെയിൻ കയറാനുള്ളത്. കുറച്ച് യാത്ര ചെയ്യേണ്ടതുണ്ട്. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.